പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി കാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി കാലത്തെ ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവും പകരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ അതിമഹത്തായ പ്രവൃത്തി വെളിപ്പെടുത്തും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി കാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രിക്കാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിൽ വിലാപത്തിൻ്റെ അനുഭവങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ഒട്ടൊഴിയാതെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ കണ്ണുനീരിനെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവം, വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവം. നീ എവിടെ കരഞ്ഞോ, എവിടെ പരാജയപ്പെട്ടോ, എവിടെ ക്ഷീണതയായി തീർന്നു, അവിടെ സർവശക്തനായ ദൈവം നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആരുടെ മുമ്പിൽ നീ കരഞ്ഞോ, ആരുടെ മുമ്പിൽ നീ പരാജയപ്പെട്ടോ, ആരുടെ മുമ്പിൽ നീ തകർന്നോ, അവിടെ ദൈവാത്മാവ് നിന്റെ കരച്ചിലിനെ മാറ്റി അവൻ നൃത്തമാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 30:11-12 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ജീവിത മേഖലയിൽ തകർന്നുപോയ സ്ഥാനത്ത് കണ്ണുനീരൊട്ടൊഴിയാതെ ആമേ ജീവിതമേഖല അലട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ദൈവാത്മാവ് ഇന്ന് രാത്രിക്കാലം നിന്റെ കണ്ണുനീരിനെ മാറ്റാൻ പോകുകയാണ്. നിന്റെ വിലാപത്തെ ദൈവം മാറ്റാൻ പോകുക. നീ ഏതിനാൽ കരയപ്പെട്ടോ, ഏത് വിഷയത്തിന് നീ കരയുന്നോ, ആ വിഷയത്തെ ദൈവാത്മാവ് പരിഹരിക്കാൻ പോകുക. വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? നീ കരയുന്ന വിഷയത്തിന് ഇന്ന് രാത്രിക്കാല ദൈവാത്മാവ് വിടുതൽ നൽകി തരുവാനിടയായിത്തീരും. വചനം ഇങ്ങനെ വായിക്കുന്നു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. ഏത് വിഷയത്തിനാണ് കരയുന്നത്, ആ വിഷയത്തിൽ ദൈവാത്മാവ് നൃത്തമാക്കി തീർക്കും, സന്തോഷമാക്കി തീർക്കും. എവിടെയാണോ നീ കരയപ്പെട്ടത്, എവിടെയാണോ നീ ഉടയപ്പെട്ടത്, അവിടെ ദൈവാത്മാവ് നിന്റെ വിലാപത്തെ, കരച്ചിലിനെ മാറ്റാൻ പോകുക. അവരുടെ മുന്നിൽ ദൈവാത്മാവ് നിന്നെ സന്തോഷം ഉടുപ്പിക്കാൻ പോകുക. അടുത്ത വാക്യം വായിക്കുന്നു, എൻ്റെ രട്ട നീ അഴിച്ചെന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. എൻ്റെ പ്രയാസങ്ങളെ, അല്ലെങ്കിൽ എൻ്റെ ജീവിത മേഖലയിൽ ആമി പരാജയപ്പെട്ട പോയ മേഖലയെ അഴിച്ച് ദൈവാത്മാവ് സന്തോഷം ഉടുപ്പിക്കുവാൻ. സന്തോഷം നഷ്ടപ്പെട്ട മേഖലയിൽ, സമാധാനം നഷ്ടപ്പെട്ട മേഖലയിൽ, എവിടെയാണോ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നത്, എവിടെയാണോ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്, അതേ മേഖലയിൽ സന്തോഷത്തെ ഉടുപ്പിക്കുന്ന സർവശക്തനായ ദൈവം. അടുത്ത വാക്യം, ഞാൻ മൗനമായിരിക്കാതെ ആമേൻ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. അവിടെ ദൈവാത്മാവ് പറയുന്നു, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാകുമ്പോൾ നിന്റെ വിലാപത്തെ അഴിച്ച് നൃത്തമാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം. എവിടെ തകരപ്പെട്ടോ, എവിടെ ഉടയപ്പെട്ടോ, അതേ മേഖലകളിൽ ദൈവാത്മാവ് ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സങ്കീർത്തനം 35 ഇങ്ങനെ ആമി വായിക്കുന്നു, കരച്ചിൽ ഒരു രാത്രി താമസിക്കും, പ്രഭാതത്തിലോ സന്തോഷം വരുവാനിടയായിത്തീരും. ഇന്ന് രാത്രിയിൽ നീ കരഞ്ഞുകൊണ്ടാണ് ദൈവസന്നിധിയിൽ കിടക്കുന്നതെങ്കിൽ നേരം പുലരുമ്പോൾ ദൈവാത്മാവ് അതിനൊരു പരിഹാരം നൽകി തരുവാനിടയായിത്തീരും. പക്ഷെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാകുമ്പോൾ, നീ കരയുന്ന വിഷയം ഏതാണോ, കരയുന്ന വിഷയം എന്താണോ, എവിടെ വെച്ചാണോ നീ കരയുന്നത്, അതേ മേഖലയിൽ സർവശക്തനായ ദൈവം നിന്റെ കരച്ചിലിനെ മാറ്റി ഒരു സന്തോഷത്തിന്റെ അനുഭവത്തെ നൽകി തരുവാനിടയായിത്തീരും. മറ്റൊരു വാക്യം വായിക്കുന്നു, വിലപിക്കുന്നവർക്ക് വിചാരത്തിന് പകരം കിരീടവും ദുഃഖത്തിന് പകരം സന്തോഷവും ഉടുപ്പിക്കുന്ന തലപ്പാവാക്കി മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവം. കരയുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, കരയുന്നൊരു കുഞ്ഞിന്റെ ജീവിതത്തിൽ പ്രതികൂലത്തോട് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല. കരയുന്ന ഒരു ദൈവ പൈതലിന്റെ കരച്ചിലിനെ മാറ്റി ഒരു സന്തോഷത്തിന്റെ പകലാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവം നിന്റെ മുമ്പിൽ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും.
ഹൃദയത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? നിന്നെ അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ വിഷയത്തെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണോ? നിന്റെ വിഷയത്തിന് പരിഹാരവുമായി സർവശക്തനായ ദൈവം നേരം പുലരുന്നതിന് മുന്നമേ ദൈവാത്മാവിന് വെളിപ്പെടുവാനിടയായി തീരും. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. രൂത്ത ദൈവസന്നിധിയിൽ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ, കളപ്പുരയിൽ ആമി പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ, തന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് നേരം പുലരുന്നതിന് മുന്നമേ മടിശീലയിൽ തനിക്ക് ധാന്യമണികളെ കൊടുത്ത് തൃപ്തികരമായ അനുഭവത്തിൽ മടക്കി അയച്ചു എങ്കിൽ ഇന്ന് രാത്രികാല ദൂത് വിളിച്ചു പറയാം. രാത്രിയുടെ യാമങ്ങളിൽ ബോവസാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ കളപ്പുരയാകുന്ന പാദപീഠത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ വിഷയങ്ങളെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ വിഷയത്തിന് പരിഹാരം നൽകി തന്ന നേരം പുലരുന്നതിന് മുന്നേ രുത്തിന്റെ മടിശീലയിൽ ധാന്യമണികളെ കൊടുത്ത് സമൃദ്ധി കൊണ്ട് അനുഗ്രഹിച്ച് മടക്കി അയച്ചു എങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിന്റെ നിലവിളി അറിഞ്ഞ് വിഷയത്തിന് പരിഹാരം നൽകി തന്ന് സർവശക്തനായ ദൈവം മടക്കി അയക്കുവാൻ തക്കവണ്ണമിടയായി തീരും. നിന്റെ കരച്ചിലിനെ മാറ്റുന്ന ദൈവം, വിഷയം എന്താണ് അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവം, രാത്രികാലം വിഷയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായും ദൂത് വിളിച്ച് പറയാം. നേരം പുലരുന്നതിന് മുന്നേ ഒരു പരിഹാരം, ഒരു മറുപടി സർവശക്തനായി ദൈവം നൽകി തരും. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയിൽ മുന്നോട്ട് പോകാം. ചിന്തയിൽ ദൈവാത്മാവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.